വാച്ച് ചെയ്യുന്ന നിഫ്റ്റിയുടെ ലെവലുകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. ഓപ്പൺ ആയതിനു ശേഷം 25,160 വരെ കയറിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഹൈ വെച്ച് തന്നെ മാർക്കറ്റ് നിൽക്കുമായിരുന്നു. ഒന്ന് സൈഡ് വൈസ് പോയി. നല്ല ട്രേഡുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ മോർണിംഗ് ടൈമിൽ നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവലുകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 25,089, 25,114 ഫ്ലാറ്റ് ഓപ്പൺ നിന്ന് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാർഗറ്റ് 25,160 വരേക്കും വെച്ച് ചെയ്യാം. അത് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ 25,232 നമ്മുടെ ടാർഗറ്റ് നെക്സ്റ്റ്. ഇനി അത് താഴോട്ട് ബ്രേക്ക് ആയിട്ടാണോ ഓപ്പൺ ആകുന്നതെങ്കിൽ താഴെ 25,059 ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരിക. നെക്സ്റ്റ് 25,027. മാർക്കറ്റിൻ്റെ ക്ലോസിങ് വെച്ച് നാളെ ഒരു അപ്പ് ട്രെൻഡ് ബയാസാണുള്ളത് നിലവിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ, ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പ് സൈഡ് തന്നെ ട്രേഡ് എടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി സെലക്ട് ചെയ്യുന്ന പ്രീമിയം നാളത്തേക്ക് സെലക്ട് ചെയ്യുന്നത്, മോർണിംഗ് ട്രേഡിൽ ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 25,100 കോളും 25,100 പുട്ട് ഓപ്ഷനുമാണ്. ഇപ്പോൾ 25,100 പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 138.15 ഇന്നത് ലോ എന്ന് പറഞ്ഞാൽ 129, ഹൈ 185 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം 138 നിൽക്കുന്നു. മോർണിംഗ് ടൈമിൽ 145 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ, 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് 145 മുകളിൽ കിട്ടിയാൽ നെക്സ്റ്റ് 160 അത് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 182 മുകളിൽ 226, 268 ഇങ്ങനെയാണ് ലെവലുകളുള്ളത്. ഇനി അത് താഴോട്ടാണ് സ്മോൾ ഗ്യാപ്പ് ഡൗണിലൊക്കെയാണ് ഓപ്പൺ ആകുന്നത്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ വന്ന് താഴെ റീടെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നമുക്ക് 130 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. 130 അല്ലെങ്കിൽ 119 വരേക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കേണ്ട ലെവലുകൾ ഇതൊക്കെയാണ്. 145, 160, 145 മുകളിൽ 160 വാച്ചിൻ്റെ ലെവൽ, 145 മുകളിൽ 160, 182, 226 എന്ന ലെവലുകളാണ് വാച്ച് ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യാം. സപ്പോർട്ട് ലെവൽ 130 താഴെ ഓപ്പൺ വന്നു കഴിഞ്ഞാൽ 190 സപ്പോർട്ട് ട്രേഡ് കിട്ടിയാൽ, നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എൻട്രി പോവാം. അല്ലെങ്കിൽ അതിന് താഴെ 195 ആണുള്ളത്. മോർണിംഗ് ട്രേഡിൽ ഇതിൽ മുകളിൽ തന്നെ കിട്ടുന്നതാണ് ബെറ്റർ. സപ്പോർട്ട് ട്രേഡ് മോർണിംഗ് ട്രേഡായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ആക്റ്റീവ് ആവുക. അപ്പോൾ മോർണിംഗ് ട്രേഡിൽ 9:20 ട്രേഡ് മുകളിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആക്റ്റീവ് ആവുക. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് 25,100 പുട്ട് ഓപ്ഷനാണ്. 25,100 പുട്ട് ഓപ്ഷൻ ഇപ്പോൾ നിൽക്കുന്നത് 129.55 അത് ഓപ്പൺ ചെയ്യുന്നത് 132 മുകളിലാണെങ്കിൽ നമുക്ക് 141 വരെ ടാർഗറ്റ് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. 131 മുകളിൽ 132 മുകളിലാണെങ്കിൽ 141, 150 ഒക്കെ ടാർഗറ്റ് പ്രതീക്ഷിച്ച് ട്രേഡ് എടുക്കാം. 121 താഴെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല, താഴോട്ട് അത് വീണ്ടും താഴ്ന്നു തന്നെയാണ് അതിനർത്ഥം. അത് നമുക്കിത് അതിൻ്റെ താഴത്തെ സപ്പോർട്ട് ട്രേഡുകളൊന്നും മോർണിംഗ് ട്രേഡിൽ വരില്ല. ഇപ്പം ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന് ലെവലുകൾക്ക് മുകളിലാണ് ട്രേഡ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മോർണിംഗ് ട്രേഡ് സെറ്റപ്പിൽ ഇത് വരുള്ളൂ. പ്രതീക്ഷിക്കുന്ന ബയാസ് സി സൈഡ് തന്നെയാണ്. അതിൽ ഫ്യൂച്ചറിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ
ഇന്നത്തെ ഹൈ ആണ് 25,234. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് നാളെ തരാൻ സാധ്യതയുണ്ട്. ഇന്നൊരു സൈഡ് വൈസ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ 25,234 എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ നല്ലൊരു അപ് ട്രെൻഡ് 25,267-300 ആ ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട്. താഴെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽ 25,148. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി മാർക്കറ്റിന് ശേഷം നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.